ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്ക ആക്സിസ് ഓഫ് ഡെവിൾ അല്ലെങ്കിൽ തെമ്മാടി രാഷ്ട്രങ്ങൾ എന്നൊക്കെ വിളിച്ചിരുന്നവരാണ് ഇറാഖ്, ഇറാൻ, നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾ. അതിൽ നോർത്ത് കൊറിയ ആണവരാജ്യമായതും ചൈനയുടെ സഖ്യകക്ഷി ആയതുകൊണ്ടും അമേരിക്ക ഭയന്ന് പിന്നോട്ട് മാറുകയാണ് ഉണ്ടായത്. 2003 ഇറാഖിനെ ആക്രമിച്ച് സദ്ദാം ഹുസൈനെ പിടികൂടി കൊലപ്പെടുത്തിയതിലൂടെ അമേരിക്കയ്ക്ക് അല്പം ആശ്വാസമാണ് ഉണ്ടായത്. പിന്നീട് ഇറാന്റെ നേരെയാണ് അമേരിക്കൻ ശ്രദ്ധയുണ്ടാവുന്നത്. മധ്യേഷ്യയിലെ ഇറാന്റെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന സിറിയയിലെ അസദ് ഭരണകൂടത്തെ ഇസ്രയേലുമായി ചേർന്ന് അട്ടിമറിച്ച് IS സംഘടനയെ ഭരണമേൽപ്പിച്ചതിലൂടെ മധ്യേഷ്യയിലെ ഇറാന്റെ ശക്തിയിൽ ഒന്നിനെ തകർക്കാനും അമേരിക്കൻ സഖ്യശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രക്രിയയ്ക്ക് ഇവരെ ഏറ്റവും അധികം സഹായിച്ചത് തുർക്കിയാണ്. എന്നാൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരനായി പ്രവർത്തിച്ച IS തീവ്രവാദികൾക്ക് സിറിയ പിടിച്ചെടുക്കാൻ സഹായിച്ച തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാനും ഇസ്രായേലുമായി ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ വക്കിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസദിന്റെ ഭരണത്തിന് ശേഷവും ഇസ്രായേൽ തുടർച്ചയായി സിറിയയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനമായ ദമാസ്കസിനെ പോലും വെറുതെ വിടാതെ സിറിയയുടെ ആയുധ ശേഖരങ്ങൾ, വിമാനത്താവളങ്ങൾ, മറ്റ് സൈനിക കേന്ദ്രങ്ങൾ ഇതെല്ലാം തന്നെ ബോംബിട്ട് നശിപ്പിക്കുന്നതിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത് അസദിന് ശേഷം സിറിയയിൽ പിടിമുറുക്കുന്ന തുർക്കി ഇസ്രായേലിന് ഭീഷണിയാകും എന്ന് ഭയന്നുകൊണ്ടാണ്. സിറിയയിൽ വ്യോമ പ്രതിരോധവും റഡാർ സംവിധാനങ്ങളും സ്ഥാപിക്കാനുള്ള തുർക്കിയുടെ ശ്രമങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ഇപ്പോഴും നിരന്തരമായി സിറിയയെ ആക്രമിക്കുകയും തുർക്കിയുടെ സ്ഥാപനങ്ങളെ തകർക്കുകയും ചെയ്യുന്നത്. അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടുന്ന നാറ്റോ സഖ്യത്തിലെ പ്രധാന ശക്തികളിൽ ഒന്നായ തുർക്കി ആ സൗഹൃദത്തിന്റെ മറവിലാണ് അസദിനെ അട്ടിമറിക്കാൻ US-നെയും ഇസ്രായേലിനെയും സഹായിച്ചിരുന്നത്. എന്നാൽ ഈ ഉർദുഗാന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഉദ്ദേശം മറനീക്കി പുറത്തു വന്നതാണ് നെതന്യാഹുവിനെ പ്രകോപിപ്പിച്ചതും സിറിയയെ ആക്രമിക്കാനും കാരണമാകുന്നത്. തുർക്കിയുടെ വിദേശ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം അസദ് ഭരണകൂടത്തെ താഴെ ഇറക്കിയെങ്കിലും ഉർദുഗാനെയും സഖ്യകക്ഷികളെയും പാശ്ചാത്യ ശക്തികൾ സംശയത്തോടെയാണ് വീക്ഷിച്ചുകൊണ്ടിരുന്നത്. നാറ്റോയിലെ പ്രധാന ശക്തിയായിട്ടും യൂറോപ്പിനെ സഹായിക്കുന്നതിന് പകരം ഉർദുഗാൻ സിറിയയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പശ്ചിമേഷ്യയിൽ ഇറാനെ പോലെ തുർക്കിയും ആധിപത്യത്തിന് ശ്രമിക്കുന്നത് അമേരിക്കയും യൂറോപ്പിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നൽകിക്കൊണ്ട് തുർക്കിയെ സ്വീകരിക്കാൻ ഒരു വിഭാഗം ശ്രമം നടത്തുമ്പോൾ അമേരിക്കൻ പിൻബലമുള്ള ചില രാജ്യങ്ങൾ തുർക്കിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമവും നടത്തുകയാണ്. ഇവർ തമ്മിലുള്ള ഈ വടംവലിക്കിടയിൽ തുർക്കി ഒറ്റപ്പെടുന്നു എന്ന തോന്നലിൽ ഉർദുഗാൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഇസ്ലാമിന്റെ പ്രസ്ഥാനങ്ങളുമായി സഖ്യമുണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്ന് ഉർദുഗാന്റെ പ്രഖ്യാപനം ഹമാസിന് ആയുധങ്ങൾ എത്താനുള്ള വഴിയാണെന്ന് ഇസ്രയേലും കരുതുന്നുണ്ട്. അതും ഇസ്രയേലിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ സിറിയയിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ IS തലവൻ അബു മുഹമ്മദ് ജൂലാനിയെ ഒപ്പം കൂട്ടിക്കൊണ്ട് തുർക്കിയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ഒരു പുതിയ ഓട്ടോമൻ വീക്ഷണത്തോടെ ഇറാഖ് മുതൽ സിറിയ, പലസ്തീൻ, ജോർദാൻ, ഇസ്രയേൽ പ്രദേശങ്ങൾ ഉൾപ്പെടെ മെഡിറ്ററേനിയൻ കടലിന് കുറുകെയുള്ള ലിബിയ വരെയും വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഒരു പ്രദേശത്ത് ഏകപക്ഷീയമായ ഒരു തുർക്കി അധികാരം സ്ഥാപിക്കാനാണ് ഉർദുഗാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഉർദുഗാന്റെ ഈ ലക്ഷ്യം തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാണെന്ന് കണ്ട് ഇസ്രായേൽ ആ ശ്രമത്തെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം അനിവാര്യമാക്കുന്ന മറ്റു ചില സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. തങ്ങൾക്ക് ഭീഷണിയാകുന്ന ഉർദുഗാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നെതന്യാഹു സർക്കാർ കാര്യമായി തന്നെ തുർക്കിയിൽ ശ്രമം നടത്തുന്നുണ്ട്. അതിനായി ഇസ്രായേൽ തുർക്കിയിലെ പല നേതാക്കളെയും വിലക്കെടുക്കുകയും ഉർദുഗാന് എതിരായിട്ട് പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇസ്താംബുൾ മേയർ അക്രം ഇമാമോഗ്ലുവിനെ അറസ്റ്റ് ചെയ്യുകയും തനിക്ക് വെല്ലുവിളിയാകുന്ന തുർക്കിയിലെ അധികാര സർക്കാർ കേന്ദ്രങ്ങൾ, കോടതി ഉത്തരവുകൾ, ജഡ്ജിമാർ, പ്രതിപക്ഷ നേതൃത്വങ്ങൾ, പത്രസ്ഥാപനങ്ങൾ ഇവയെല്ലാം തകർത്തുകൊണ്ടും നിർവീര്യമാക്കിക്കൊണ്ടും തുർക്കിയുടെ ഭരണകേന്ദ്രങ്ങളിൽ കടന്നു കയറാനും ഭരണകൂടത്തെ അട്ടിമറിക്കാനുമുള്ള ഇസ്രായേലിന്റെ എല്ലാ ശ്രമങ്ങൾക്കും കാര്യമായ തിരിച്ചടിയാണ് ഉർദുഗാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഉരസൽ ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് എത്തിച്ചേരാനുള്ള സാധ്യത എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിലും പ്രധാനമായ മറ്റൊരു കാരണവുമുണ്ട്. 2019 തുർക്കി ലിബിയയുമായി കിഴക്കൻ മെഡിറ്ററേനിയനിൽ ഒരു എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന്റെ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ ശ്രമിച്ചിരുന്നു.
ഈ ഉടമ്പടിയിലൂടെ മെഡിറ്ററേനിയൻ സോണിലെ പ്രകൃതിവാതക നിക്ഷേപം സ്വന്തമാക്കാനുള്ള ശ്രമമാണ് തുർക്കി നടത്തിയത്. എന്നാൽ ഗ്രീസ്, സൈപ്രസ്, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങൾ ഇങ്ങനെ ഒരു കരാറിനെ അംഗീകരിച്ചിരുന്നില്ല. അതോടെ മെഡിറ്ററേനിയൻ കടലിൽ പ്രകൃതിവാതക പര്യവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഗ്രീസിന്റെയും സൈപ്രസിന്റെയും ഒക്കെ കപ്പലുകളെ തുർക്കി ആക്രമിക്കാൻ തുടങ്ങി. ഇത് മാത്രമല്ല, അബു മുഹമ്മദ് അൽ ജൂലാനിയുടെ നേതൃത്വത്തിലുള്ള സിറിയയുമായി ലിബിയയ്ക്ക് സമാനമായ ഒരു കരാർ ഉറപ്പിക്കുന്നതിന് ഈ ഉർദുഗാൻ ശ്രമിക്കുന്നതും ഇസ്രയേലുമായി ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. തുർക്കി ഇപ്പോൾ തന്നെ ഖത്തർ, ഇറാഖ്, സിറിയ, സോമാലിയ, നോർത്ത് സൈപ്രസ്, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥിരമായ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മേഖലയിലെ പ്രബല ശക്തിയാകാൻ ശ്രമിക്കുന്ന തുർക്കി എങ്ങനെയും തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ മുന്നിലുള്ളത്. യുദ്ധസാധ്യത അടുത്ത് വന്നിട്ടും പിന്മാറാൻ ഒരുക്കമല്ലാത്ത തുർക്കി ഇസ്രായേലിന് മേൽ ഇപ്പോൾ വല്ലാതെ ഭയം വിതച്ചിരിക്കുകയാണ്. സാമ്പത്തികമായും സൈനികമായും തകർന്നിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ സമയത്ത് അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒന്നായി ചേർന്ന് ചുട്ടെടുക്കാൻ ഏറെ താമസമുണ്ടാവില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇറാനുമായി യുദ്ധത്തിന് തയ്യാറാകുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്ക് മുന്നിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്ന് പരസ്യമായി പറയുന്ന ഉർദുഗാൻ ഇപ്പോൾ ഒരു വലിയ ഭീഷണിയായി വളർന്നു നിൽക്കുകയാണ്. ഇറാനൊപ്പം തുർക്കിയെ കൂടി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊരു വേവലാതിയാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിലുള്ളത്. എന്തായാലും ഇസ്രായേലിൽ നിന്നും യുദ്ധം ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. ഇസ്രായേലികൾക്കെന്നും ഭയത്തിന്റെ നിഴലിൽ കഴിയാൻ മാത്രമേ വിധിയുള്ളൂ എന്നും പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.